പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബോറോ വയസ്സിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇടപെറ്റ കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ വചനത്തോട് ചേർന്ന് നമുക്കായിരിക്കാൻ കർത്താവ് കൃപയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി റോമാലേഖനത്തിൽ നിന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ എന്തു ചെയ്യണം എന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ശുദ്ധിയുള്ള എഫേസ് ലേഖനം 4-ാം അധ്യായം 31-32 വാക്യങ്ങൾ പഠിക്കപ്പെടുമ്പോൾ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരോപവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയും, ഒരു മനുഷ്യൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അവൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് തിരുവചനം ഇവിടെ പഠിപ്പിക്കുന്നത്. എല്ലാ കയ്പും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ പഠിപ്പിച്ചതായ മനോഹരമായൊരു സന്ദേശമാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അതിനെല്ലാ ഭാഗങ്ങളെയും ചുരുക്കി വച്ച് പറഞ്ഞാൽ, മശിഹായിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഒരു ക്ഷമയുടെ വലിയ അനുഭവത്തെ ക്രിസ്തു ജീവിതത്തിൽ കൂടെ പഠിപ്പിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുത്തനോട് നമുക്ക് തർക്കമുണ്ടായാൽ, കൊരിന്ഥി ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ നിങ്ങളുടെ ഇടയിൽ കലഹമുണ്ടാകരുതെന്നും, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഒരു കലഹമുണ്ടായാൽ അതിൻ്റെ പ്രതിവിധി എന്താണെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ കലഹമുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നീ നിന്റെ സഹോദരനോട് നേരിട്ട് ചെന്ന് രമ്യമാകാൻ ശ്രമിക്കണം. എന്നിട്ടും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ സഭയിലെ മൂപ്പനെ വിളിച്ച് അവനുമായി ചെന്ന് അവനോട് സംസാരിക്കണം. എന്നിട്ടും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ 2 സാക്ഷികളോടുകൂടെ ചെന്ന് അവനോട് സംസാരിക്കണം. എന്നിട്ടും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ സഭയിൽ നിന്ന് അവനെ പുറത്താക്കണം. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതൊരിക്കലും നീതിയില്ലാത്തവരുടെ അടുക്കിലേക്ക് ഈ തർക്കങ്ങളുമായി കടന്നു പോകണം എന്നല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചത്. നിങ്ങളുടെ ഇടയിൽ ക്ഷമിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുണ്ടാകരുത്. നിങ്ങളുടെ ഇടയിൽ പൊറുക്കാൻ കഴിയാത്ത തിന്മകളുണ്ടാകരുത്. എങ്കിലും നിങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വീഴ്ചകളുണ്ടായാലുള്ള പ്രക്രിയ ആണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞത്. ആദ്യം അവനുമായി നേരിട്ട് ചെന്ന് സംസാരിക്കുക. എന്നിട്ടും അവൻ വഴങ്ങാതെ വന്നാൽ നീ 2 സാക്ഷികളുമായി ചെന്ന് അവനോട് സംസാരിക്കുക. എന്നിട്ടും അവൻ വഴങ്ങാതെ വന്നാൽ സഭയിലെ മൂപ്പനുമായി ചെന്ന് അവനോട് സംസാരിക്കുക. എന്നിട്ടും വഴങ്ങാതെ വന്നാൽ അവനെ സഭയിൽ നിന്ന് നീക്കം ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങോട്ട് ചെന്ന് മിണ്ടിയിട്ടും അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിട്ടും അങ്ങോട്ട് ഇടപെട്ടിട്ടും ക്ഷമിക്കാൻ തയ്യാറായിട്ടും ക്ഷമിക്കാത്ത ചില വ്യക്തികളുടെ നടുവിൽ നിന്നുകൊണ്ട് ചിലർ പറയുന്നൊരു കാര്യമാണ്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം കൊരിന്ഥി ലേഖനത്തിൽ കൂടെ പഠിപ്പിച്ചത്. പല പ്രാവശ്യം അവരുമായി സംസാരിച്ചിട്ടും അവർ വഴങ്ങുന്നില്ലെങ്കിൽ അവരെ സഭയിൽ നിന്ന് നീക്കം ചെയ്യണം. പക്ഷേ അവരുടെ ഉള്ളിൽ അവരോടുള്ള പക വച്ചുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അവരോട് വൈരാഗ്യത്തോടു കൂടി ഇരിക്കാൻ, ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയും,
ദൈവം മശീഹായിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും തമ്മിൽ ക്ഷമിക്കണം. ശുദ്ധിയുള്ള മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം നമ്മൾ പഠിക്കപ്പെടുമ്പോൾ ക്രിസ്തു തമ്പുരാൻ തൻ്റെ ശിഷ്യഗണത്തെ പ്രാർത്ഥന പഠിപ്പിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഞങ്ങൾ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. അതായത് എങ്ങനെ? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടണം. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കപ്പെടണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പൊറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ എങ്ങനെയാണ് എൻ്റെ ദൈവത്തിന് എന്നോട് പൊറുക്കാൻ കഴിയുക? എൻ്റെ പാപങ്ങളെ പൊറുക്കുന്ന ദൈവം, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം, കാൽവരിയുടെ കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി മരിച്ചവൻ, അവൻ്റെ യാഗത്താൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ പാപത്തെ പൊറുത്തിട്ട് എന്നോട് ക്ഷമിക്കാൻ തയ്യാറായെങ്കിൽ ഞാൻ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് ദൈവമക്കളെ ക്ഷമയുടെ ഒരു വലിയ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെന്നിരുന്ന് ക്ഷമയുടെ പാഠത്തെ പഠിക്കാൻ നമുക്ക് തയ്യാറാകണം. ഇന്ന് പലപ്പോഴും ആരോടും രമ്യമാകാൻ പൊറുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എത്ര പ്രാവശ്യം കാല് പിടിച്ചു പുറകെ ചെന്നാലും പിന്നെയും തൊഴിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിലുള്ളതെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയുക എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണമോ? പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം. ക്ഷമ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറണം. നമ്മളോട് തെറ്റു ചെയ്തവരോട് ക്ഷമിക്കാൻ നമുക്ക് തയ്യാറാകണം. ജീവിതത്തിൻ്റെ ഉള്ളിൽ ആരോടും പകയോ പിണക്കമോ വൈരാഗ്യമോ വച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരോടും ക്ഷമിക്കുന്ന മനോഭാവത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ ഇടയായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, ക്ഷമയുടെ അനുഭവം കർത്താവ് നമുക്ക് നൽകട്ടെ. വിനയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ക്ഷമയുടെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് പുതുക്കണമേ എന്ന്. സ്നേഹവാനായ ദൈവമേ, മനോഹരമായ നല്ല ദിവസത്തിനായി സ്തോത്രം. ദിവ്യമായ ക്ഷമയുടെ പാഠത്തെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയിൽ മറഞ്ഞിരിപ്പാനും സ്നേഹത്തെ അനുഭവിപ്പാനും ക്രൂശിലെ ക്ഷമ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൈമുതലാക്കി ലോകത്തോട് ക്ഷമിക്കാൻ, പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്ഷമയുടെ വലിയൊരു ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിത്തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിൽ ഞങ്ങളെ പുതുക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരമരുളുമാറാകണം. നല്ല പിതാവേ, ആമേൻ.